ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനുള്ളത് എവിടെയാണെന്ന് അറിയാമോ? ദാ മേളിൽ നമുക്ക് കൊക്കരക്കോ, പേര് കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള പേരാണ്. കൊക്കരക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും കോഴിയുടെ കാര്യമൊന്നും ചിന്തിക്കേണ്ട. ഇവിടെ കോഴി ഐറ്റംസ് മാത്രമല്ല, ചിക്കൻ, മട്ടൺ എല്ലാ ഐറ്റംസും, ഇന്ത്യൻ, ചൈനീസ്, അറബിക്ക്, ചൈനീസ് ഇല്ല കേട്ടോ, അറബിക്ക്, ഇറ്റാലിയൻ, ചൈനീസ് ഉണ്ട്, ഞാൻ കണ്ടു. ഓക്കെ, അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിതാ ഇവിടെ വരുന്ന ആൾക്കാർ ഇതാ ആ ഗ്രാൻഡ് ഉണ്ടല്ലോ, അവിടെ ഗ്രാൻഡ് ഉണ്ട്, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ആ ഗ്രാൻഡിൽ വരുമ്പോൾ അതിന് നേരെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കൊക്കരക്കോ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് അൽ റിഗായിൽ, ഇവിടെ നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പേര് കൊണ്ട് എന്താണ് വെറൈറ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. പേര് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്, ഇന്ത്യൻ, അറബിക്, ചൈനീസ്, അതുപോലെ തന്നെ ഇറ്റാലിയൻ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ദാ ഇവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കിടിലൻ ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ, വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഞാനുള്ളത് ഇതിൻ്റെ മേളത്തെ ഫ്ലോറിലാണ്, ഒരു താഴെയുണ്ട് ഒരു സംഭവം. അപ്പോൾ കിടിലൻ ഒരു വൈബിലൊക്കെ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് കൊക്കരക്കോ. പുതിയതായിട്ട് തുടങ്ങിയ റെസ്റ്റോറൻ്റാണ്, അതിൻ്റെ ആംബിയൻസ് എല്ലാം കാണാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മെനു കാർഡ് നോക്കിയിട്ട്, മെനു കാർഡിൽ കിടിലൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്. മട്ടൻ്റെ എനിക്ക് തോന്നുന്നൊരു വെറൈറ്റി സംഭവം ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് വന്നിരിക്കുക എന്താ പറയുമോ, ഈ സംഭവത്തിൻ്റെ പേരാണ് ചിക്കൻ ടിക്ക ടാക്കു. അതുപോലെ തന്നെ നമുക്കിതിവിടെ വേറൊരു സംഭവം വന്നിട്ടുണ്ട്, ഇതാണ് സീസർ സലാഡ്. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ നമുക്ക് കിട്ടിയ ഇവിടുത്തെ സ്റ്റാർട്ടറിൻ്റെ കൂടെയുള്ള ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളിത് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ് ചിക്കൻ ടിക്ക ടാക്കോ, ഒരു ഇറ്റാലിയൻ ഐറ്റമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് കഴിച്ചു നോക്കാം. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല സ്റ്റൈലാണല്ലേ, അപ്പോൾ ടേസ്റ്റ് സൂപ്പർ തന്നെ ആയിരിക്കും. നല്ല മൊഞ്ചുണ്ട് കാണാനായിട്ട്. എന്തായാലും കൊക്കരക്കോയുടെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സൂപ്പർവൈസർ നീന. യു ഫ്രം ഈജിപ്ത്? അതെ, നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ സെർവ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. സീസർ സലാഡാണ് നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് തരുന്നത്. ഞാൻ പറഞ്ഞത് അതാണെന്നുണ്ടെങ്കിലും പുള്ളിക്ക് ഇതാണ് മനസ്സിലായത്, നമ്മുടെ ലാംഗ്വേജ് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ തർത്തീബ് അനുസരിച്ചിട്ട് പുള്ളി ചെയ്യാനാണ് നമ്മുടെ മീന. അതൊന്ന് ചിക്കൻ ടിക്ക ടാക്കു. അപ്പോൾ ഈ സാധനം ഒരു മെക്സിക്കൻ ആയിട്ടാണ്. അപ്പോൾ ഈ മെക്സിക്കൻ പ്ലസ് ഇന്ത്യൻ മിക്സ് ചെയ്തിട്ട് തന്തൂരി ചിക്കനൊക്കെ ആഡ് ചെയ്ത് ഇതിനകത്ത് കുറച്ച് ചീസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ്, മെയിൻ സ്റ്റാർട്ടറാണ് ഈ ഒരു ചിക്കൻ ടിക്ക ടാക്കു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു സോസും ഉണ്ട്, അതുപോലെ തന്നെ ഹോട്ട് സോസും ഉണ്ട്. അപ്പോൾ ഇതിൽ നേരെ ഈ സാധനങ്ങൾ എടുക്കുക, എന്നിട്ട് ഈ ഏതെങ്കിലും ഒരു നമുക്കിഷ്ടമുള്ള ഒരു സംഭവത്തിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഈ സാധനം ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഒരു ഫ്യൂഷൻ സംഭവം ആണ് ഇവർ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, ഒന്ന് കഴിച്ചു നോക്കാം എന്തായാലും. ഒന്നും പറയണ്ട, സൂപ്പറായിട്ടോ, അടിപൊളിയാണ്. 3 എണ്ണം കൊടുന്നതിൽ 2 എണ്ണം ഞാൻ കഴിച്ചു, ടേസ്റ്റും ഉണ്ട്, ഒരെണ്ണമുണ്ട്. അപ്പോൾ നമ്മളിത് 1-2 സ്റ്റാർട്ടറായിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാട്ടോ. ഇവിടെ ഒന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഇവിടുത്തെ ആംബിയൻസ് മൊത്തം മാറി. അപ്പോൾ നിങ്ങൾക്ക് ദൂരെ കാണാം, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റാണ് നിങ്ങൾ ദൂരെ കാണുന്നത് കേട്ടോ. ഈ സൈഡിൽ കാണാം ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ഗ്രാൻഡിൽ വരുന്ന ആൾക്കാരൊക്കെ നേരെ ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊക്കരക്കോ റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ കഴിച്ച പോലെ സ്റ്റാർട്ടർ, ഇനിയും സംഭവം വരുന്നുണ്ട്, ഐറ്റംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള ഐറ്റംസ് ഇവിടെ അടുത്ത് വരുന്നത് കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? ഇതിനകത്ത് നാനുണ്ട്, അതുപോലെ തന്നെ പാസ്തയുണ്ട്, നെല്ലി നിഹാരി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. സംഭവം കിടുമല്ലേ, കണ്ടില്ലേ? ഇവിടുത്തെ ടേബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 സ്റ്റാർ സെറ്റപ്പിലാണ് ഇവിടുത്തെ ടേബിളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ വന്ന അതേ രീതിയിലുള്ള ട്രീറ്റാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ അതേപോലത്തുള്ള ഫുഡും ഇവിടെ നിന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഫാമിലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സീറ്റ് ഒരുപാടുണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. ഇവിടെയും സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഫാമിലി സെറ്റപ്പാണ്. കണ്ടില്ലേ, നേരത്തെ ഞാൻ കാണിച്ചതാണ് ഈ സംഭവം. അപ്പോൾ നമുക്കിതേയുള്ള ഒരു നെല്ലി നിഹാരി, ഇതൊരു മട്ടൺ ഐറ്റമാണ്. മട്ടൺ ഒരു ഹൈദരാബാദ് ഐറ്റമാണ്. ഇതൊരു 6 മണിക്കൂർ മട്ടൺ വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ അടുത്ത് കഴിക്കാനുള്ളത് ഇവിടെ ഒരു പാസ്ത റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബട്ടർ നാനുണ്ട്, അതുപോലെ തന്നെ ഗാർലിക് നാനുണ്ട്. ഇവിടെ സംഭവം കണ്ടില്ലേ, മട്ടൻ്റെ പീസാണേ, കണ്ടില്ലേ, ടേസ്റ്റ് ചെയ്ത് നോക്കാം.
എരിവ് വളരെ കുറവാണ്. അതാണ് നമ്മുടെ മലയാളികൾക്ക് പിന്നെ പൊതുവെ എരിവ് വേണമല്ലോ, പക്ഷേ ഇതിനകത്ത് എരിവ് കുറവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറയുമ്പോൾ പാസ്തയാണ്. ഈ ഒരു പിങ്ക് പാസ്തയാണ്. ഇപ്പോൾ ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ഐറ്റംസ് വരുന്നുണ്ട്. ചിക്കൻ വെറൈറ്റി നമുക്ക് കിട്ടും, അതുപോലെ തന്നെ മട്ടൻ, ബീഫ്, അങ്ങനെ 3 വെറൈറ്റി ഐറ്റംസിൽ വെറൈറ്റി ടൈപ്പിൽ നമുക്ക് ഈ ഒരു പാസ്ത, പിങ്ക് പാസ്ത ഇവിടെ കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് പ്ലെയിനാണ്. ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ ഒരു പിങ്ക് പാസ്ത കേട്ടോ, മറക്കണ്ട കേട്ടോ. കിട്ടുന്ന സംഭവം പൊളിയാണേ, പൊളി. നമുക്കിതാ ചിക്കൻ ടിക്ക ബിരിയാണിയുടെ കൂടെ എന്താ റൈത്തയുണ്ട്, മരക്കുണ്ട്. അപ്പോൾ ഇത് 2-3 കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ടിക്ക ബിരിയാണി ഒന്ന് അടിച്ചു നോക്കണം. എന്തായാലും കാണുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് കണ്ടില്ല ചിക്കൻ ടിക്ക, നല്ല മസാലയൊക്കെ, റൈസൊക്കെ നല്ല കിടലായിട്ട് നിൽക്കുന്നുണ്ട്. ചിക്കൻ ടിക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈസി വേ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇതിപ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്താലോ, ചിക്കൻ ടിക്ക ബിരിയാണിയും അതുപോലെ തന്നെ അതാ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ പ്ലീസ് ഓക്കെ. മൊഹിറ്റോ വന്നിട്ടുണ്ട്, കണ്ടല്ലേ ഐറ്റം സൂപ്പർ. 2 വന്നിട്ടുണ്ട്, 2 ഇവിടെ. എനിക്കല്ല കേട്ടോ, നമ്മുടെ കൂടെ സുഹൃത്ത് വന്നിട്ടുണ്ട്, ഒരാൾ വന്നിട്ടുണ്ട്, പുള്ളിക്കും കൂടെ ഉള്ളതാണ്. 2 ഈ പിങ്കും ഈ ബ്ലൂ കളറ് മൊഹിറ്റോ. നേരത്തെ പറഞ്ഞ റൈത്ത ഉണ്ട്, റൈത്ത നമുക്ക് ഒഴിച്ച് നോക്കാം. ഓക്കെ, റൈത്ത ഒഴിച്ചിട്ട്, റൈത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ സലാഡ്, തൈര് ഒക്കെ ചേർത്തിട്ടുള്ള അറബി റൈത്ത എന്ന് പറയണം. ഇതിൻ്റെ പേര് മറന്നുപോയി. മരക്ക് എന്ന് പറഞ്ഞാൽ ഗ്രേവി കേട്ടോ, അറബിയിൽ ഗ്രേവി എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ കുറച്ച് ശേഷം ഒഴിച്ചിട്ട് മരക്ക് പൊടി തന്നെ കേട്ടോ. ഈ ഗ്രേവി എല്ലാം ഒഴിച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ശരിക്കുമുള്ള ഒറിജിനൽ ടേസ്റ്റ് കിട്ടാം. എന്തായാലും ആ ചിക്കൻ ടിക്ക ബിരിയാണിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ തന്ന സംഭവമൊക്കെ ഒന്ന് ഒഴിച്ച് കഴിക്കണം. അപ്പോൾ നമുക്ക് അടുത്തുള്ളത് രസ്മലായി സ്വീറ്റാണ്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അവസാനം നമുക്ക് കിട്ടിയ ഒരു ഐറ്റമാണ് രസ്മലായി. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കരക്കോയിൽ ഞാൻ ഇപ്പോൾ വന്ന് കഴിച്ച എല്ലാ ഐറ്റം, നിങ്ങളിപ്പോൾ കാണിച്ച എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ, എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ്. വളരെ കുറച്ച് മെനൂസാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് കാര്യം എല്ലാം കഴിക്കാൻ പറ്റില്ല. അതുകൂടാതെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ മെനു കാർഡ് നിങ്ങൾ കാണിച്ചു തരാം. എന്നാൽ കൊക്കരക്കോയിൽ വന്നിട്ട് എന്തായാലും ഒട്ടും മോശമായിട്ടുള്ള കിടിലം ഫുഡ് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അവർ സെർവ് ചെയ്തു, നല്ല ഡീലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ വലിയ റെസ്റ്റോറൻ്റാണ്, ഫാമിലിക്ക് സെപ്പറേറ്റ് സ്പേസ് തന്നെ ഉണ്ട്, നല്ല ആംബിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബർത്ത്ഡേ പരിപാടികൾ, പാർട്ടികളൊക്കെ, ചെറിയ പാർട്ടികളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് സുഖമായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കൊക്കരക്കോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് മറക്കണ്ട, അൽ റിഗയിലാണ്. ഫസ്റ്റായിട്ടും നിങ്ങൾ അടുത്ത പ്രാവശ്യം റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ ഈ കൊക്കരക്കോന് ഓർക്കുക കേട്ടോ. കിടിലം മെനു ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത് കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കൂടെ, ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.